ഞാൻ ഫേസ് ക്യാം ഓഫ് ചെയ്യണേ. എനിക്ക് എത്ര നാളായി വാറ് കളിച്ചിട്ട് ഈ വാറിന് എന്നാ നമ്മുടെ വണ്ടിയിലല്ല ഫ്രണ്ടോട്ട് എക്സ്പെരിമെന്റ് അവിടെ വന്നേ. ഈ വാറിന് 2 വിക്കറ്റ് എടുത്തിട്ട് വാറും ചേട്ടനാണ്. ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണാപ്പി പോയി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഗൺ പവർ ഇല്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇവിടെ റെഗുലർ ആയിട്ട് വന്ന് TDM ഒക്കെ ഗ്രൈൻഡ് ചെയ്ത് കുറച്ച് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിൻ ലൈനിൽ ഇടാം. അതെ അതെ അതെ, അല്ല എനിക്കത് തോന്നട്ടെ, എനിക്ക് അന്നേരം തോന്നുമ്പോൾ ഞാൻ ഇടും, അല്ലാതെ നിങ്ങളെ ഞാൻ ഒരിക്കലും ഇഗ്നോർ ചെയ്യത്തില്ല. ഞാൻ അതാവുമ്പോ ഇടും. കാരണം ഇവിടെ PvPക്ക് വേണ്ടി മാസങ്ങളോളം ഇരിക്കുന്നത് പ്രാക്ടീസ് ചെയ്തവന്മാരുണ്ട്. അപ്പൊ അവന്മാരെ മാറ്റിയിട്ട് നിങ്ങൾ ഇടുന്നത് നിങ്ങൾ പെട്ടെന്ന് വരും. നിങ്ങൾ ഓൾറെഡി RP എല്ലാം ചെയ്ത് മര്യാദയ്ക്ക് പൊക്കോണ്ടിരിക്കുന്ന ആൾക്കാരാ. അവന്മാർക്ക് അങ്ങനെ RP അതൊന്നും ഇല്ല. PvP മാത്രം ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറെ പ്ലേയേഴ്സ് ഉണ്ട്, മനസ്സിലായോ? അതുമല്ലടാ, പിള്ളേർക്ക് ഒരു അവസരം കൊടുക്കണോ? നമുക്ക് എന്തോരം പ്രായമായിടാ. അതെ എത്ര വയസ്സായല്ലേ? കറക്റ്റ് 25 പേരെ ബൈക്ക് മേടിച്ചപ്പോ എന്താ കേട്ടില്ല. എടാ ഞാൻ ഗതികേട് കൊണ്ടാണ് ഈ അച്ചിപ്പട്ടികളുടെ അകത്തൊക്കെ ഒന്ന് കയറിയത്. വില്ലുമോനെ നിന്റെ കൂടെ എന്താ? അവന്റെ കേസ് അറിഞ്ഞോ? ആരുടെ? വില്ലുമോന്റെ. ഇല്ല അണ്ണാ അവൻ ബൈക്ക് എടുത്തപ്പോ ഞാൻ ചോദിച്ചണ്ണാ, എടാ ബൈക്ക് തരുമോ, മണാലി വരെ ട്രിപ്പ് പോകാനാണ്. പോകുന്നില്ല പോലോട് വന്നു. പറയടാ. അവനാ തന്നില്ലണ്ണാ. അവൻ പറയാ അത് പുതിയ വണ്ടിയല്ലേ, അല്ല നീ അച്ഛനെ പറ്റിച്ച് ഒരു വൃച്ചസ് മേടിച്ചിട്ടില്ലേ, അതെടുത്ത് മണാലി പോ. അതിന്റെ അടിയിട്ടില്ലേട്ടാ. ഓ നീ കുറച്ചുകൂടി നീ എല്ലാം മേടിച്ചിട്ടില്ലേ, അതെടുത്ത് പോ. അതും അടിയിട്ട് വരണ. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്റെ ഡ്യൂക്ക് 250 ഉണ്ട്, അത് തന്നാ മതിയോ? ഒരാഴ്ചക്ക് തരുമണ്ണാ. എടുത്തോണ്ട് നോക്കോ, വീട്ടിലിരിപ്പുണ്ട്, എടുത്തോണ്ട് നോക്കോ. ഉറപ്പാണ് എടുത്തോണ്ട് നോക്കോ. എണ്ണാപ്പി ഒരാഴ്ച നിന്റെ വീട്ടിൽ ഒരാഴ്ച. എടാ ഒന്നും മിണ്ടായിരുന്നേ. എന്താടാ? അല്ല എന്തോ കോച്ച് കേക്കുന്നില്ല, സൗണ്ട് വിട്ടു പോണ്. ഇപ്പൊ 160 143 ഒക്കെ ഉള്ളു കോച്ച് എനിക്ക്. എടാ എന്റെ ഇത് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ലടാ, ഒപ്റ്റിമൈസ് ചെയ്യണോടാ, വേറെ കുറെ ഇഷ്യൂസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ കോച്ച്, ഇത് എന്താ ഇഷ്യൂ എന്ന് എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞ. അല്ലല്ല ഹൈ ഒന്നും അല്ല. എല്ലാരും കുറച്ച് ഹീലിംഗ്സ് ഓടിക്കാതെ ചെയ്തു. ഇത് ഏത് ഗ്രാഫിക്സിലാ എന്റെ കിടക്കണേ? നോർമലാ കിടക്കണ എന്റെ അല്ല, ഹൈ അല്ല കൈസ്, ഹൈ അല്ല, ഇത് നോർമലാ. എനിക്ക് 250. എല്ലാം ചെയ്തിട്ടും ഇതാണ് അവസ്ഥ. ഇതാണ് ആർക്കറിയാം. 1 2 3 4 5 കുറച്ചും കൂടെ ഹീലിംഗ്സ് രണ്ടെണ്ണം ഞാൻ വെച്ചു. മൂടി കൂടിയിട്ട് ബാറ്ററിക്ക് 2 മറ്റേ തിരുമ്പ് വരും, എന്നാലേ അത് വരുള്ളൂ. ഇതൊക്കെ എന്ത് കിടിലല്ലേ. പണ്ട് തൊട്ടേ അത് വർക്കാവും ഗൈസ്, പണ്ട് തൊട്ടേ. അതെന്താന്ന് അറിഞ്ഞൂടാ. CPU 2 കൊട്ട് കൊട്ടുമ്പോ PC ശരിയാവും. എല്ലാരും പോയോ വണ്ടി എടുത്ത്? ജർമ്മ ഇപ്പൊ മറ്റേ ഡിസ്പ്ലേ ക്യാപ്ചർ ആണ്, ഗെയിം ക്യാപ്ചർ ആണാടാ? ഡിസ്പ്ലേ ക്യാപ്ചർ. എടാ ഒന്ന് പാലത്തിനോട് ഒന്ന് വെയിറ്റ് ചെയ്യണം. എടാ ഒരു 2 മിനിറ്റ്.
ഇപ്പൊ നമ്മള് തമ്മിൽ അങ്ങോട്ടും ഇവിടെ ഇടിച്ച് 2 വെള്ളത്തിലും പോയി. വെള്ളത്തിൽ പോയി അത് കൊള്ളാത്. ഞാൻ ലൈവ് അല്ലേടാ. മികച്ച തീരുമാനമായി പോയായിരുന്നു. എല്ലാരും POV റെക്കോർഡ് ചെയ്യണേ. POV പിന്നെ ലാസ്റ്റ് PVP പറയൊന്നും മേടിച്ചിരിക്കല്ലേ. POV റെക്കോർഡ് ചെയ്യണേ. രായ ഒറ്റാച്ചി 2 പേരും POV റെക്കോർഡ് ചെയ്യണേ. ഇവിടെ ഭയങ്കര സീനാ. ഡിസ്പ്ലേ ക്യാപ്ചർ ഇടണം എല്ലാരും കേട്ടാ. അത് പറഞ്ഞപ്പോഴത്തേനും ബോക്സ് ഒന്നും ഇട്ടാതിരിക്കുന്നേ. ഇത് നമ്മുടെ വണ്ടി അല്ലേ? ബ്രോ കണ്ടില്ല അറിയാതെ കാണേ. അടുത്ത വാറൊക്കെ അല്ലടാ. അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യടാ. എന്താ കേട്ടില്ല. കണ്ണാപ്പി എന്റെ ഗൈസ് ഞാൻ റിമോട്ട് നിർത്തണോ ഗൈസ്? ഇവിടെ ഒട്ടും ഇരിക്കാൻ പറ്റുന്നില്ല. ലൈറ്റിന്റെ ഭയങ്കര ചൂട്. ഞാൻ ഇതിന്റെ ബാറ്ററി എടുത്തണോ അത് വീണ്ടും ഇത് ഓഫായി പോണു. കണ്ണാപ്പി ഒന്ന് ലൈവ് ഒന്ന് നോക്കിയാൽ എന്റെ ഒരു മിനിറ്റ് തരണേ. ഞാൻ ഒന്ന് താഴെ എടുത്തിട്ട് വരും. ഒരു AC എന്താ വരില്ലേ? ഇപ്പൊ ഇവിടുത്തെ അണ്ണനും അല്ല ഞാനാടാ. ഇവിടുത്തെ അണ്ണനൊക്കെ ഞാനാ. അണ്ണനൊക്കെ പോയി. ഏതണ്ണൻ? അണ്ണനൊക്കെ വിളിക്കല്ലേ. മാറിയായിട്ട് വിട്ടേ. മണിയാ AC പോയതല്ലേ? AC പോയാണോ? അണ്ണൻ എന്താ പറ്റി? AC എന്ത് ഇളകി വീണെന്നാണ് കിട്ടിയ വിവരം. കാറ്റി കളഞ്ഞ കേട്ടില്ലേ? AC ഒക്കെ മേടിക്കണോ? അവിടുത്തെ വിലയാവല്ലേ? ഞാനിപ്പോ ടേബിൾ ഫാനിലാണ് ഇരിക്കുന്നേ. ഞാൻ കോഴിയെ കെട്ടി നോക്കിയാ കറക്കട്ടെ. വണ്ടി എടുത്തോട്ട് പോടാ. കൈക്ക് പണി ഉണ്ടാക്കാണ്ട് സൈഡ് കണ്ടില്ലേ? ചുമ്മാ അങ്ങനെ കേക്ക് നമ്മള് പറയാം. ഇത് നമ്മൾ ഇവന്മാരിട്ടാണോ മാറ്? ഇവന്മാരിട്ടാണോ മാറ്? എനിക്ക് അറിയില്ല ചെറുമ. വ്ലോഗിനെ പറ്റി എല്ലാരും കണ്ടായിരുന്നു. എല്ലാം കണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? റെഡി പോവാ. നമ്മളെ ഇന്ന് നമ്മള് കുറച്ച് അഗ്രസീവ് ആണ്. നമ്മൾ ആദ്യം ഇറങ്ങണം കേട്ടാ. നമ്മളാണ് ആദ്യം ഇറങ്ങാൻ പോണേ. കണ്ട ഗ്യാങ്ങിന്റെ ഇടക്കൂടെ ഊമ്പിയ വ്ളോഗ് ചാനൽ അടിച്ചും കയറ്റി കൊടുത്തല്ലേ? ഇല്ല ചോദിച്ചില്ല. നമ്മുടെ സ്ഥാപനം പറഞ്ഞേ കണ്ടോന്ന് ചോദിച്ചാണ്. നമ്മളിന്ന് അടിയാണ് കേട്ടാ. എന്തോടാ കേട്ടില്ല. നല്ലടാ. എടാ സോറി ഞാൻ അടിച്ച സോറി. നമ്മളൊരിക്കലും അപ്പുറത്തെത്തിക്കടാ. നമ്മളപ്പുറത്തെത്തി കേട്ടാ. മരത്തിൽ പൊരുത്ത് കേട്ടോ. എങ്ങനെയൊക്കെ പുരി വന്നത്?
ഓ ശരി ബോബോയണ്ണ ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിക്കാം. അണ്ണാ എന്താ കേട്ടില്ല? സ്റ്റീവിനോട് സ്റ്റീവ് പറഞ്ഞിട്ടില്ലേ അണ്ണ വണ്ടി ഇടിച്ച് മരത്തിൽ കൊരുക്കു വരുന്നത്. ബ്രേക്ക് പിടിച്ചെന്തിനാണോ ചോദിക്കുന്നത്? എനിക്ക് താല്പര്യമില്ല ചോദിക്കാൻ. എടാ ഞാൻ ആലോചിക്കണ അതല്ലടാ, നീ എങ്ങാണോ ആയിരുന്നു ടിവിയുടെ ലീഡർ ആയിരുന്നെങ്കിൽ എനിക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റണല്ല കണ്ണാപ്പി. ഈ ഗ്യാങ് കൂടിപ്പോയി 1 മാസം അതിനുള്ളിൽ പൂട്ടിക്കെട്ടിയേനെ. ഒരു സംശയമില്ല അതിന്. എടാ നമ്മള് കഴിഞ്ഞ SRR വാർക്ക് കളിച്ചതുപോലെ തന്നെ അഗ്രസീവ് ആയിട്ട് കുത്തി കളിച്ചു. എല്ലാവരും കിടന്ന് അലക്കരുത്. റേഡിയോയിൽ ഇപ്പോഴേ പറയാം, നമ്മള് വീണ്ടും കളിക്കുന്ന ആൾക്കാർ സ്ഥിരമല്ല കളിക്കണേ. കുറെ പേരെ നമ്മൾ പുതിയ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ കിടന്ന് റേഡിയോയിൽ അയക്കരുത്. ഡ്രൈവർമാർ കോൾ വിളിക്കുക. പിന്നെ നീലൻ കോള് പറയാം. അപ്പാപ്പൻ ഹെലിയിലുണ്ട്. അപ്പോൾ ഹെലി കോളും നീലൻ്റെ കോളും പിന്നെ മോബി അങ്ങനെ കുറച്ച് പേര് കോള് വിളിക്കുന്നവരുണ്ട്. അവരുടെ കോള് ഇമ്പോർട്ടൻസ് കൊടുത്ത് കളിക്കുക. റേഡിയോ സൈലന്റ് ആയണ്ടോടാ. അത് വിഷയമാണ്. അതൊക്കെ അത്ര അമ്പത്തൊരു വിളിക്കട്ടെ. എന്തോ കണ്ണാപ്പി, ഞാൻ വണ്ടി നിർത്തിയ അപ്പഴേ ഞാൻ ഇറങ്ങിയ അപ്പഴേ ചാടിക്കൂടെ ഇറങ്ങിക്കോ. ഞാൻ ചിലപ്പോ ഒന്നും പറയാൻ നിൽക്കില്ല. പിന്നെ അണ്ണ നമ്മളെ വണ്ടിയുടെ ദൂരത്ത് പോലെ നീ എന്റെ അടുത്ത് പറയണ്ട, ഞാൻ കുത്തിക്കോളാം കേട്ടാ. ഞാൻ പറഞ്ഞ ബോബോ എടുത്തേ പുതിയല്ലേ അണ്ണ, അങ്ങനെ ഒത്തിരി എക്സ്പീരിയൻസ്. ശരിയാടാ സുമതിയെ ഇറ്റാച്ചിരായ ആദ്യം ഒരു പിങ് ഇടറാ, എന്നാലേ നിങ്ങക്ക് കാണിക്കത്തുള്ളൂ. ഇവിടുന്ന് അടി കിട്ടുമ്പേ മുകളിലോട്ട് കയറത്തില്ലെന്ന് തോന്നുന്നു. ഡയറക്റ്റ് ഞാൻ പിങ്ങിന്റെ ബട്ടൺ മാറ്റിയില്ല ഗൈസ്. ഇവന്മാരൊക്കെ സിറ്റി ഉണ്ടായിരുന്നു. ഇവന്മാരൊക്കെ സിറ്റി കണ്ടിട്ട് എത്ര ഇല്ലല്ല അത് മറ്റൊരു ഷമീറിന്റെ ഗ്യാങ് യുകെ അല്ല. ഏത് ഷമീറിന്റെ ഗ്യാങ്? ഷമീർ അത് ശരിയാണല്ലേ, ഷർബത്ത് ഷമീറിന്റെ ഗ്യാങ് ആണല്ലേ. അവന്റെ ഗ്യാങ് ആണോ ഇത്? അവന്റെ ഗ്യാങ്. പിന്നെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി, അതാ ഞാൻ ആലോചിക്കണേ. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ശരിയാണല്ലേടാ. ഇതുമാതിരി യു കെ അല്ലേ? ഇതുമാതിരി യു കെ ആണോ? അല്ലല്ല ഇവന്മാര് യുകെ അല്ല, അങ്ങനെയാണ്. 2 പിക്ക് അവിടെ നിന്നതേ. എടാ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ കാണാൻ ഫൈറ്റ് ആവുകയാണെങ്കിൽ ഈ പമ്പിലേക്ക് രണ്ടാമന്മാരെ അങ്ങ് പെതുക്കണം. മോണ്ടേജ് ഒന്നും വന്നാൽ ആരും അറിയാൻ പോകുന്നില്ല അത് വേറെ ഗ്യാങ് ആണെന്നൊന്നും. എടാ എനിക്ക് കിട്ടിയടാ, ഒന്നും ചെയ്യാൻ പറ്റിയില്ല. എല്ലാരും പോയല്ലേ. ഇവിടെ ടിവിയിൽ ആരും ഇല്ലായിരുന്നല്ലേ. എന്തൊരു കഷ്ടമാണ് എന്റെ അവസ്ഥ. ബാക്കി എല്ലാരും അവിടുന്ന് പോയോടോ ഇത്ര പെട്ടെന്ന്. എക്സലന്റ് അഡ്മിൻ ലൈവ്. സിംഗിൾ അവിടെ ജാക്സനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ യുകെ റിപ്പർ അവിടെ SRKനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ കറന്റ് അത്യാവശ്യം ഡൗൺ ടിവിയുടെ ഭാഗത്ത് വന്നിട്ടുണ്ട്. അപ്പൊ അത് മുഞ്ചേട്ടാ
ടി വി കുത്തിയിട്ടുണ്ട്, ബാക്കിൽ ടി വി കുത്തിയിട്ടുണ്ട്, ടി വി ബാക്കിൽ കുത്തിയിട്ടുണ്ട്. ടി വി നല്ല രീതിക്ക് ഒരു അടി ടി വിയുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ഓക്കെ, ജുഗുരു അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. UK പ്രോക്സിമി അവിടെ ഒരു പിക്ക് എടുത്തുന്നു. പോപ്പിച്ചർ ഡൗൺ ആയിട്ടുണ്ട്. ടി വി സിംഗിൾ ആണ് ഡൗൺ ആയിട്ടുള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ UK പണി കിട്ടിയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ UK ഈ ഏരിയയിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. UK ഈ ഏരിയയിൽ നിന്ന് മാറി കളിക്കാൻ പറ്റില്ല. അതെവിടെ എലനോർ വെള്ളത്തിൽ വീണു. എലനോറിന് തിരിച്ചു കയറാന്ന് പറയുന്നത് ഇത്തിരി പോസിബിൾ അല്ല. കിലോ ജപ്പാൻ അവിടെ നോവേനെ ഡൗൺ ആക്കി. UK SK അവിടെ ഒരു ഡൗൺ ആക്കിയിട്ടുണ്ട്. അത് ഇതല്ലേ പ്രീവാറാ നോഷ്യസ്. ഡോർക്കി അവിടെ ഒരു SKനെ പിക്ക് എടുത്തിട്ടുണ്ട്. കറന്റ് നോക്കുകയാണെങ്കിൽ ലെക്സ് അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. വലിയൊരു പിക്ക്. നീലകണ്ഠനെ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ സെനിൻ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. ജുഗു മെസ്ബോയ് ഗോക്കു അവിടെ ഒരു പിക്ക് എടുത്തിരിക്കുന്നു. സെട്രോ അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. 50 ഇവിടെ UK ഈ ഏരിയയിൽ നിന്ന് കയറിയിട്ടുണ്ട്. അമ്പത്തൂർ ഡൗൺ ആയിട്ട് ഇറ്റാച്ചിയാണ് അമ്പത്തൂരിനെ എടുത്തിരിക്കുന്നത്. നീലകണ്ഠൻ 2 പിക്ക് എടുത്തിട്ടുണ്ട് അവിടെ. നീലകണ്ഠൻ 3ാമത്തെ പിക്കാണ് നീലന്റെ. ഡോർക്കി അവിടെ ഒരു പിക്ക് എടുത്തിട്ടുണ്ട്. എടുക്കുന്നു. ഓ, നീലകണ്ഠന്റെ 4ാമത്തെ പിക്ക്. നീല 4 അടിയോടി. അപ്പൊ എനിക്ക് തോന്നുന്നത് സെട്രോ ആൻഡ് ഇറ്റാച്ചി ലാസ്റ്റ് 2 ആണ്. ലാസ്റ്റ് 2 ആണെന്ന് തോന്നുന്നു. ഓ, നീലൻ 5ാമത്തെ പിക്ക്. 5 പിക്കാണ് നീലൻ. 5 പിക്ക് എടുത്തു. നീലന്റെ ഞാൻ എന്തിനാണ് റേഡിയോ കാർന്ന് അവന്മാരവിടെ ഓപ്പണില് നീലന്റെ പിയോ എന്നുണ്ട് എവിടെ പോയി അവിടെ എല്ലാ വണ്ടി കുത്തിയില്ല. ഞാൻ സത്യം പറഞ്ഞ അവിടെ ഞാൻ ബാക്കിയുള്ളവരെല്ലാം ഓൺ ഫോർട്ടിൽ ഉണ്ടെന്നുള്ളൊരു വിശ്വാസത്തിൽ കളിച്ചത്. അവന്മാരെല്ലാം കൊണ്ട് വണ്ടി കുത്തുമെന്ന് വിചാരിച്ചില്ല. അതെന്റെ മിസ്റ്റേക്ക് ആയി. അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അത് ഞാൻ കളിച്ചൊരു മണ്ടം കളി ആയിപ്പോയി. എടാ കിടന്ന് അലക്കാതെ എന്താ ഇങ്ങനെ അലക്കുന്നേ? UK നന്നായിട്ട് കളിച്ചു കേട്ടാ, പറയാതിരിക്കാൻ വയ്യ. നന്നായിട്ട് കളിച്ചു വന്നാൽ വെയിറ്റ് ചെയ്യടാ. ബീഡി ഇവിടെ അടി നടക്കോ? നീ ഓടിവാ. ഇങ്ങോട്ട് വന്നേ. എടാ ഡോർക്ക് തിരിച്ചോ. ഇങ്ങോട്ട് തല്ല ഈ മാർക്ക്. സത്യം വണ്ടി പിക്കാത്ത എന്താ എനിക്ക് സ്മൂത്ത് പറ്റുന്നില്ല അവിടെ. ഞാൻ കത്തിപ്പോയോ? ഇങ്ങോട്ട് ഈ റിച്ചിലോട്ടോ വാ. പെട്ടെന്ന് ഈ റിച്ച് പെട്ടെന്ന് ഇങ്ങോട്ട് പെട്ടെന്ന്. കുഴപ്പമില്ല. ഡബ്ല്യു അടിച്ച് അവന്റെ കാലടിച്ച് ഇവന്റെ കാലടിച്ചോണ്ടിരി. കിടിലം കളി. ഞാൻ എന്തിനാണ് റേഡിയോ കാർന്ന്? അതാ അവിടെ കൊറേ ഡൗൺ വന്നപ്പോഴത്തേക്കിന് എല്ലാരും പാനിക്കാ. വെൽ പ്ലേഡ്. നല്ല കളി. ഗുഡ്. കണ്ണാപ്പി എന്തി? ഹലോ കണ്ണാപ്പി, കേക്കാവോ? മേലാൽ ശകുനുമായിട്ട് ഇനി എന്റെ വണ്ടിക്കകത്ത് വന്ന് കേറരുത് കേട്ടാ.
അണ്ണൻ നടുക്കൊണ്ട് ഇങ്ങനെ വളച്ച് വട്ടം വെച്ചൊക്കെ നിർത്തുമെന്ന് ഞാൻ പ്രതീക്ഷോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ നിർത്തുള്ളൂ നിന്ന്. എനിക്കൊരു വിക്കറ്റ് ആയിരുന്നല്ലോ അണ്ണാ. എനിക്കൊരു വിക്കുണ്ടായിരുന്നു. കണ്ടായിരുന്നു എല്ലാം കണ്ടായിരുന്നു. ഞാനിപ്പോ അഡ്മിൻ സ്പെക്ക് കഴിഞ്ഞിട്ടാ നേരെ വരുന്നത്. മനസ്സിലായോ? ചേർമാ നിനക്കുണ്ടായിരുന്നു. രണ്ടുപേർക്കും ഇല്ല. നമ്മള് 3 പേരും അവിടെ ആദ്യം. എനിക്കുണ്ട് ഞാൻ കാണിച്ചു. അതെ 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 അതെ. ഇപ്പം അണ്ണൻ എങ്ങനെ വല്ല കിൽബിൽ പാൻഡയുടെ എൻട്രി പോലെ അണ്ണൻ കൊണ്ട് ഇല്ലടാ അതിന്റെ മിസ്റ്റേക്കാടാ. അവിടെ നിർത്തണ്ടായിരുന്നു. ഇല്ല അത് കുഴപ്പമില്ല. അണ്ണൻ വേറെ കളിക്കുന്നുണ്ടോ? നീ വേറെ കളിക്കുന്നില്ല എന്തായാലും. എടാ അധികം ഇത് പറയാതെ കത്തിച്ചു വിട്ടടാ. വിട്ട് കത്തിച്ചു വിട്ടേരെ. ഞാനൊരു സംഭവം പറയട്ടെ അളിയാ. അവന്മാര് നന്നായിട്ട് കളിച്ചു കേട്ടാ. ഞാൻ പ്രതീക്ഷയിൽ നന്നായിട്ട് കളിച്ചു കേട്ടാ. അതൊക്കെ ഞാൻ ആരാ കമ്മിറ്റ് ചെയ്തത്? ഞാൻ ഡൗട്ട് വെച്ചിട്ടേ ഇവരുടെ കൂട്ടത്തിൽ നമ്മുടെ ആളെ ഇവിടെ കൊണ്ടിട്ട് ഞാൻ അറിയാം. ഇതിന്റെ ടീം കേട്ടോ ഈ ചട്ടവിട്ട ടീം ഫെയർ ആവുന്നത്. ഇല്ലാടാ നമ്മള് സ്പ്ലിറ്റ് ആയിരുന്നു. നമ്മള് സ്പ്ലിറ്റ് ആയി പോയടാ. അത് എന്തോ പറ്റിയെന്ന് അറിയോടാ. നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ടയർ അടിച്ച് പൊട്ടിച്ചിട്ട് തിരിച്ച് കയറി അവരുടെ പൊസിഷനിൽ കൊണ്ടിട്ട് അടിക്കാന്നായിരുന്നു. പക്ഷെ നമ്മുടെ വണ്ടിയുടെ അവിടെ ഇറങ്ങിയപ്പോൾ ഇവർക്ക് കൺഫ്യൂഷനായി ഞങ്ങളെ രക്ഷിക്കണോ അതോ ഇതാക്കണോ. അതുകൊണ്ട് എല്ലാവരും അവിടെ ഫൈറ്റിന് കമ്മിറ്റ് ചെയ്ത് ലിറ്ററലി നമ്മുടെ വണ്ടി അവിടെ കണ്ടോണ്ട് അത് ഞാൻ കാണിച്ച മിസ്റ്റേക്ക് കൊണ്ടാണ് അത് സ്പ്ലിറ്റ് ആയി പോയത്. വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ അവർ ഫൈറ്റ് എടുത്തു. അല്ലെ അവരൊന്നും അവിടെ വണ്ടി എടുത്ത് പോത്തേ ഉള്ളൂ. മനസ്സിലായോ? അതാണ് പ്രശ്നം. സ്പ്ലിറ്റ് ആയി പോയി. അതാ സ്പ്ലിറ്റ് ആവാനുള്ള കാരണം നമ്മുടെ വണ്ടിയാ. ആ മിസ്റ്റേക്ക് നമ്മൾ ചെയ്ത് അഡ്മിറ്റ് ചെയ്യണമല്ലോ. എടാ അമ്മ മീറ്റിംഗ് വിളിച്ചോ? എടാ പോച്ചക്കകത്ത് ഇരുന്നേടാ. കിട്ടില്ലേ? ഞാൻ ഇന്നലെ പറഞ്ഞൊരു ഐഡിയ ഇല്ല. എന്താടാ? പെട്ടെന്ന് 12 മണിന്റെ ഉള്ളില് ആറ് വിളിച്ച് അതിനുള്ളിൽ അടിച്ച് തീർത്ത് കഴിഞ്ഞാൽ ഈ വീക്കായിട്ട് നെക്സ്റ്റ് വീക്ക് ആക്കി ചെയ്താൽ അല്ലെങ്കിൽ 12 മണി കഴിഞ്ഞിട്ടാണെങ്കിൽ 12 മണി കഴിഞ്ഞിട്ട് വാറ അടിക്കുവാണെങ്കിലേ നെക്സ്റ്റ് വീക്ക് ഇതായിട്ട് കണക്ക് ഇതാക്കും തോന്നുന്നു. നമുക്ക് ഇപ്പൊ തന്നെ അടിക്കാൻ വേറെ ഇപ്പൊ തന്നെ അടിക്കാം. ഈ വീക്ക് ആയിട്ട് ഇത് കണ്ടിന്യൂ എടാ നീയും പോയി രണ്ടുപേരും ഇല്ല വാർ ലൈനപ്പില് ഇല്ല. ഡ്രസ് ഒരുക്കോ? ആഗ്രഹം വേണ്ട പ്രീവാർ കളിച്ചാൽ ഇപ്പൊ തൽക്കാലം പ്രീവാർ കളിച്ചാൽ. എടാ വാറിന് അവൈലബിൾ ആയിട്ടുള്ളവരൊന്ന് എന്താ ഇതിനകത്തിട്ടെ, എന്താ വാട്സാപ്പിലൊന്ന് ഇട്ടെ, പെട്ടെന്നിട്ടെ. പ്രീവാർ തോറ്റ കണ്ണു പോവാ. പ്രീവാർ തോറ്റ കണ്ണു പോകും ബ്രോ. പ്രീവാർ തോറ്റ കണ്ണ് ഇതായി പോകും. ക്യാമറ ചില അയ്യോ രായനെ ഇറ്റേഷൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ലേ? ഞാന് മറന്നുപോയി. എനിക്ക് രായനെ ഇറ്റേഷൻ ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു. മയില് രായൻ ഇറ്റാച്ചി Sorry, Bobby, late. ആഡ് ചെയ്ത് പ്രിവാർ കഴിഞ്ഞു. ജയിച്ചു പ്രിവാർ പ്രിവാറോടെ എന്റെ കൂടെ ആഡ് ചെയ്തടാ. കഴിഞ്ഞില്ലടാ. വാ അത് എടുത്തു.